നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ നമ്മളെ പിടിപെടും അല്ലെ. അതില് വൈറസ് കൊണ്ട് കോസ് ചെയ്ത ഡിസീസ് ഉണ്ടാവാം, ബാക്ടീരിയ കൊണ്ട് കോസ് ചെയ്ത ഡിസീസ് ഉണ്ടാവാം, ഫംഗസ് കൊണ്ട് കോസ് ചെയ്യുന്ന ഡിസീസ് ഉണ്ടാവാം. നമുക്ക് ഇപ്പൊ ഒരു കണ്ണിലസുഖം വരാറില്ലേ? ആ കണ്ണിലസുഖം നമ്മൾ പറയും വേറൊരാളിലോട് അത് സ്പ്രെഡ് ചെയ്യും, അതുകൊണ്ട് കഴിവതും സ്കൂളിൽ പോകാതിരിക്കണം ആ സമയങ്ങളിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതെന്തുകൊണ്ടാ? ആ കണ്ണിലസുഖം കോസ് ചെയ്യുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസം വേറെ ആളുകളിലോട്ട് സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ സ്പ്രെഡ് ആവാത്ത കുറച്ച് ഡിസീസസ് ഒക്കെ ഇല്ലേ. ഇപ്പം ഈ ഒരു പടത്തിലോട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഗ്ലൂക്കോമീറ്റർ ആണ് അല്ലെ. ഗ്ലൂക്കോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്ലൂക്കോമീറ്റർ എന്താ? ഗ്ലൂക്കോമീറ്റർ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവല് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഡിവൈസ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, ബ്ലഡ് ഷുഗർ ലെവലൊക്കെ നമുക്ക് അറിയാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഡയബറ്റിക് ആവുന്നത്? ഇപ്പൊ എനിക്കിപ്പോ ഡയബറ്റീസ് എന്ന് വിചാരിച്ചോ, ഞാൻ എന്തുകൊണ്ടാണ് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലെ. ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പൊ ഈ ഇൻസുലിന്റെ അപാകത മൂലം അല്ലെങ്കിൽ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി മൂലം എന്താ സംഭവിക്കുക? ഇവിടെ ഗ്ലൂക്കോസ് ഇങ്ങനെ അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും, ഒരുപാട് ഗ്ലൂക്കോസ് ഇങ്ങനെ അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡയബറ്റിക് ആവുന്നെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയബറ്റിക് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം. നമ്മൾ ഒരുപാട് മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതുകൊണ്ടാവാം അല്ലെ. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അത് പാരമ്പര്യമായിട്ട് വരുന്ന ഡിസീസ് ആണോ? പാരമ്പര്യമാവാം, ജനറ്റിക് കാരണങ്ങൾ കൊണ്ടും വരാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ഒരാൾ ഡയബറ്റിക് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു സെക്ഷൻ ഓഫ് ഡിസീസസിനെയാണ് നമ്മൾ നോൺ പാത്തജനിക് ഡിസീസസ് എന്ന് പറയുന്നത്. നോൺ പാത്തജനിക് ഡിസീസസ്, അതായത് പാത്തജൻ ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഡിസീസിനെയാണ് നമ്മൾ നോൺ പാത്തജനിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പാത്തജൻ എന്ന് പറയുമ്പോൾ എന്താ? ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. സോ ഇതിന്റെ ഒന്നും ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് വരുന്ന ഡിസീസിനെയാണ് നമ്മൾ നോൺ പാത്തജനിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നോൺ പാത്തജനിക് ഡിസീസ് ആണ്. എന്താണ് നോൺ പാത്തജനിക് ഡിസീസ്? ഡിസീസ് കോസ്ഡ് വിതൗട്ട് എനി പാത്തജൻ, ഒരു പാത്തോജന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ വരുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ നോൺ പാത്തജനിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഡിസീസസിൽ പലതരത്തിലാവാം. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിസീസ് നമുക്ക് വരും. അതിൽ ഒന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഞാൻ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഡയബറ്റീസ്. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. ഇപ്പൊ നമ്മുടെ അടുത്ത് അച്ഛനമ്മമാര് പറയും വൈറ്റമിൻ, നമ്മുടെ മുഖത്ത് ഒരു ചെറിയ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു പാട് പോലെയൊക്കെ വരുമ്പം ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും അത് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാ എന്ന് പറയും അല്ലേ. അപ്പൊ വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സ് പറയത്തില്ല. അത് എന്തുകൊണ്ടാ? നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യത്തിനുള്ള വൈറ്റമിൻ ബി ഇല്ലാത്തത് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഡെഫിഷ്യന്റ് ആവുമ്പം കുറച്ചധികം ഡിസീസസ് വരാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുത്തുന്നത്. പിന്നെ ഒക്യുപ്പേഷണൽ ഡിസീസ്. എന്താ ഈ ഒക്യുപ്പേഷണൽ ഡിസീസ്? വാട്ട് യു മീൻ ബൈ ഒക്യുപ്പേഷൻ? എന്താ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ജോലി അല്ലെ. അപ്പം ഈ ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് ഡിസീസ് വരുമോ?
വരാം. പ്രത്യേക തരം ജോലികൾ, അതായത് ഇപ്പോ കോൾ മൈനിലൊക്കെ ഈ ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ കാണത്തില്ലേ? കോൾ മൈൻസിൽ വർക്ക് ചെയ്യുന്നവർ കാണും, ഗോൾഡ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനത്തെയുള്ള മൈൻസിൽ വർക്ക് ചെയ്യുന്നവരെ കാണും. അപ്പൊ അവരൊക്കെ ഒരുപാട് എക്സ്പോസ്ഡ് ആണ് അല്ലെ, ഈ മെറ്റൽസിനോടും ഒക്കെ ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു എൻവയൺമെന്റ് ശ്വസിക്കുന്നത് വഴി, അവിടുത്തെ എയർ ശ്വസിക്കുന്നത് വഴി അവിടെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അവരുടെ ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അവര് ബ്രീത്തിങ് ചെയ്യുമ്പോൾ അവരുടെ ലങ്സിലൊക്കെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുന്ന ഡിസീസിനെയാണ് നമ്മൾ ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടൊരു കാറ്റഗറിയാണ് ജനറ്റിക് ഡിസീസ്, ജനിതക രോഗം. ഓക്കെ, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കാരണം വരുന്ന ഡിസീസിനെയാണ് നമ്മൾ ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഒരു ജീൻ, ഇപ്പൊ നമുക്കറിയാം എന്താ DNA എന്ന് പറയുന്നത്, എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെന്ന് പറയുന്നു അല്ലെ. 4 ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം DNA ഒരു സെഗ്മെന്റ് ഓഫ് DNA വിച്ച് കോഡ്സ് ഫോർ എ പ്രോട്ടീൻ, അല്ലെങ്കിൽ വിച്ച് കോഡ്സ് ഫോർ എ ഫങ്ഷൻ, അതിനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. ഒരു ഫംഗ്ഷനെ കോഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് DNA. ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഹെയർ കളർ ആവാം, ഐയുടെ കളർ ആവാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ഫംഗ്ഷനെ കോഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഓഫ് DNA, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ജീനില് ഇപ്പൊ ഇത്രയും പാർട്ടില്, അതായത് ഇപ്പം ABCDE ഇതാണെന്ന് വെച്ചു ഒരു ജീനിന്റെ സ്ട്രക്ചർ. ഓക്കെ, അമിനോ ആസിഡ് സീക്വൻസ്. അപ്പൊ ഈ ഇതില് C മാറി ഇപ്പൊ G വരുവാന്ന് വിചാരിച്ചു, അപ്പൊ അവിടെ ഒരു ഓൾട്രേഷൻ നടന്നില്ലേ, അതുകൊണ്ട് ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ള ജീനിൽ വരുന്ന മാറ്റങ്ങൾ കാരണം കോസ് ചെയ്യുന്ന ഡിസീസിനെയാണ് നമ്മൾ ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ട് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇവിടെ കണ്ടോ, ഇവിടെ കോൾ മൈൻ ആണ്. കോളിൽ നിന്നാണ് നമുക്കറിയാം നമ്മൾ പെട്രോളും അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നത് കോളിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ കോൾ മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവരില് അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവരുടെ ലങ്സിൽ, ഇതാണ് നമുക്ക് ഹെൽത്തി ലങ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെൽത്തി ലങ്സ്. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ കോൾ മൈൻസിൽ വർക്ക് ചെയ്യുന്നവരിൽ ഒരുപാട് കോളും ഡസ്റ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ശ്വസിക്കും അല്ലെ. അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് എൻവയൺമെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള എൻവയൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ശ്വസിക്കുന്ന എയറിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ആ കോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും. സോ അതൊക്കെ ഇവർ ശ്വസിക്കുമ്പം അവരുടെ ലങ്സ് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ബ്ലാക്ക് ലങ് എന്നാ പറയുന്നത്. ഒരു ഇച്ചിരി ആ പാർട്ടിക്കിൾസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ഒക്കെ അങ്ങ് മാറും. ഓക്കെ, ബ്ലാക്ക് ലങ് എന്നാണ് അതിന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയും? ന്യൂമോകോണിയോസിസ് എന്ന് പറയും. സോ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്ന ഒരു ഒക്യുപ്പേഷണൽ ഡിസീസിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ന്യൂമോകോണിയോസിസ്. It is caused by situations in work sites. So it affects the laborers engaged in coal mining. ഓക്കെ, കോൾ മൈനിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് ന്യൂമോകോണിയോസിസ്. സോ ഇത് കൂടാതെ വേറെയും ഒക്യുപ്പേഷണൽ ഡിസീസ് ഒക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ബട്ട് നമുക്കതൊന്ന് മെൻഷൻ ചെയ്തു പോവാം. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഒരു ഒക്യുപ്പേഷണൽ ഡിസീസ് ആണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. എന്താ സിലിക്കോസിസ്? Yes, it affects the mining workers related to gold, tin, mica and laborers in quarry, pottery and ceramics. സോ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ സിലിക്കയുടെ ഒരു അംശങ്ങളൊക്കെ കാണും. സോ അവരൊക്കെ ആ ഒരു അംശങ്ങളൊക്കെ ഇങ്ങനെ ലങ്സിൽ പോകുമ്പോൾ ലങ്സിന് പ്രശ്നങ്ങൾ വരാം. സോ അങ്ങനെ വരുന്ന ഡിസീസ് ആണ് സിലിക്കോസിസ് എന്ന് പറയുന്ന ഡിസീസ്. ഓക്കെ, നൗ അതേപോലെ വേറൊരു ഡിസീസ് ആണ് ആസ്ബെസ്റ്റോസിസ്. സോ ആസ്ബെസ്റ്റോസ് ഫൈബേഴ്സ് ഒക്കെ ആയിരിക്കും അവരുടെ ലങ്സിന്റെ അൽവിയോളയിൽ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് അഫക്ട്സ് വർക്കേഴ്സ് ഇൻ ആസ്ബെസ്റ്റോസ് ഫാക്ടറീസ്. സോ 3 ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷണൽ ഡിസീസ് നമ്മൾ പഠിച്ചു. ഒന്ന് ന്യൂമോകോണിയോസിസ്, another one is silicosis, and yet another one is asbestosis.
ഓക്കെ, സോ ഈ 3 എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഈ 3 ടൈപ്പ് ഓഫ് ഡിസീസസ് വരുന്നത്? എന്തുകൊണ്ടാണ്? കോൾ മൈൻസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഗോൾഡിന്റെയും ടിന്നിന്റെ ഒക്കെ മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ആസ്ബസ്റ്റോസ് ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർ, ഇവരുടെ ഒക്കെ ലങ്സിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ഇവരുടെ ലങ്സിൽ ഡസ്റ്റ് എൻട്രിയും ലങ്സിന് പ്രശ്നങ്ങളൊക്കെ വരാം. സോ ഇതിനെയാണ് നമ്മൾ ഒക്യുപേഷണൽ ഡിസീസസ് എന്ന് പറയുന്നത്. നൗ ജനറ്റിക് ഡിസീസസിലോട്ട് നമുക്ക് വരാം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ജനറ്റിക് ഡിസീസ്. എന്താണ് ജനറ്റിക് ഡിസീസ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ജീൻസിൽ വരുന്ന പ്രശ്നങ്ങൾ, ജീൻസിൽ വരുന്ന ഡിഫക്റ്റ് ഉണ്ടാക്കുന്ന ഡിസീസിനെയാണ് നമ്മൾ ജനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡിഫക്ട്സ് ഇൻ ജീൻസ് ദാറ്റ് കൺട്രോൾ ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസീസ്. ഈ 3 ജനറ്റിക് ഡിസീസിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. വൺ ഇസ് ഹീമോഫീലിയ, sickle cell anemia and cancer. So these 3 are genetic examples of genetic disease. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീമോഫീലിയനെ കുറിച്ചാണ്. എന്താണ് ഹീമോഫീലിയ? ഇവിടെ ഒരു കുട്ടി കരയുന്നുണ്ട്. എന്തുകൊണ്ടാ കൊച്ചു കരയുന്നു നോക്കിയേ. ആ കുട്ടി എന്തോ കളിച്ചപ്പോഴാന്ന് തോന്നുന്നു ഒന്ന് വീണു. അപ്പൊ ആ കുട്ടിയുടെ കാലിൽ ബ്ലഡ് ലീക്ക് ആവാൻ തുടങ്ങി അല്ലെ. നമ്മൾ വീഴുമ്പോ, നമ്മൾ കളിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വീഴും. നമ്മൾ കുഞ്ഞിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വികൃതിക്കുട്ടന്മാരോ വികൃതി കുട്ടികളോ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഓടി കളിക്കുമ്പോഴത്തേനും നമ്മുടെ പാരന്റ്സിന് ഭയങ്കര ടെൻഷൻ, വീഴൂ എന്നൊക്കെ ഭയങ്കര ടെൻഷനാ അല്ലെ. അപ്പോ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ വീഴുമ്പോൾ നമ്മുടെ ഇപ്പൊ കാല് മുറിയോ ഒക്കെ ചെയ്താല് ഒരുപാട് ബ്ലഡ് ഇങ്ങനെ പോകും. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ, കുറച്ചു നേരമൊക്കെ കഴിയുമ്പോഴത്തേനും, ഒരു 2 hours ഒക്കെ കഴിയുമ്പോഴത്തേനും പതിയെ ആ ഒരു ബ്ലഡ് ഒക്കെ അങ്ങ് പതിയെ പോകുന്നത് നിൽക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അവിടെ പതിയെ ക്ലോട്ട് ഫോം ചെയ്യാൻ തുടങ്ങും, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും അല്ലെ. ആ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ അതിന് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് പ്രോട്ടീൻസ്, പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ് ഒക്കെ കൂടി ചേർന്നാണ് അവിടെ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടത്തുന്നത്. സോ ഈ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഓക്കെ, ബ്ലഡ് കൊയാഗുലേഷൻ. സോ ഈ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സപ്പോസ് ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല, അവിടെ എന്ത് സംഭവിക്കും? ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലെ. ബ്ലഡ് ഒരുപാട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. റെഡ് ബ്ലഡ് സെൽസ് കുറയും, എല്ലാം കുറയും അല്ലെ. അപ്പോ അങ്ങനെ വരുന്ന ഒരു ഡിസീസ് ആണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. സോ 1 in 1000 പീപ്പിളിൽ ഹീമോഫീലിയ കാണുന്നുണ്ട്. പക്ഷെ അതിന് ഒരുപാടധികം ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പൊ അവൈലബിൾ അല്ല. ഓക്കെ, സോ ഹീമോഫീലിയ ഇസ് എ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ. സോ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. സോ ഈ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് ജീൻസിൽ നിന്നാണ്. ഈ ജീൻസിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്ന് വിചാരിച്ചു, ആ ജീൻസിന് പ്രശ്നം വരുമ്പോ എന്താ സംഭവിക്കുക? ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് അവിടെ ഉണ്ടാകുവോ? ഇല്ല. സോ ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുവോ? ഇല്ല. മനസ്സിലായോ? സോ ദിസ് ഈസ് ഹൗ ഹീമോഫീലിയ ഇസ് അഫക്റ്റഡ്. ഓക്കെ, സോ ഹീമോഫീലിയ ഡാമേജ്ഡ് ബ്ലഡ് വെസൽ ആണ് കാണിക്കുന്നത്. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ബ്ലഡ് വെസൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോ സപ്പോസ് നമ്മൾ വീണിട്ട് നമുക്ക് മുറിയുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഒക്കെ അവിടെ ഫോം ചെയ്യും. സോ ബ്ലഡ് കൊയാഗുലേഷൻ സംഭവിക്കും, ബ്ലഡ് പോകുന്നത് നിൽക്കും. പക്ഷേ സപ്പോസ് ഇപ്പൊ ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് എങ്കിൽ അവിടെ ബ്ലഡ് കൊയാഗുലേഷൻ പ്രോട്ടീൻസ് അവിടെ ഉണ്ടാവത്തില്ല. എന്തുകൊണ്ടാ? അവിടെ അത് ഫോം ചെയ്യുന്ന, അത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീൻ എന്തോ പ്രശ്നം വന്നു. അപ്പൊ ആ പ്രോട്ടീൻസ് ഉണ്ടാവത്തില്ല, ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് അവിടെ ഫോം ചെയ്യത്തില്ല. സോ അവിടെ കൊയാഗുലേഷൻ നടക്കത്തില്ല. സോ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മനസ്സിലായല്ലോ? യെസ്. Condition in which excess blood is lost even through minor wounds. ചെറിയ എന്തെങ്കിലും വൂണ്ട് ഉണ്ടായാലും മതി, ഒരുപാട് ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്തുകൊണ്ടാ? കൊയാഗുലേഷൻ നടക്കുന്നില്ല. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ജനറ്റിക് മ്യൂട്ടേഷൻ. എന്തെങ്കിലും ആ ജനറ്റിക്, ആ ജീനിനുള്ള എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ കാരണമായിരിക്കാം ഇത് ഹീമോഫീലിയ കോസ് ചെയ്യുന്നത്. It involves the mutation of genes that are essential for the clotting of blood. It involves the mutation of genes. ഇപ്പൊ ഈ ഒരു ജീൻ ആണെന്നിരിക്കട്ടെ, ഇത്രയും ഒരു ജീനാണ് നമ്മുടെ കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോഡ് ചെയ്യുന്ന ജീന്. സോ ഈ ജീൻ എന്തോ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഇവിടുന്ന് ഉണ്ടാവുന്ന പ്രോട്ടീൻ എന്തോ പ്രശ്നം വന്നേ,
അല്ലെ? പ്രോട്ടീൻ ആ കൊയാഗുലേറ്റിംഗ് പ്രോട്ടീൻ ഉണ്ടാവത്തില്ല. സോ ക്ലോട്ടിംഗ് നടക്കത്തില്ല. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. കറന്റ്ലി ദർ ഇസ് നോ കംപ്ലീറ്റ് ക്യൂർ ഫോർ ഹീമോഫീലിയ. നമ്മുടെ ഹീമോഫീലിയക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ അവൈലബിൾ അല്ല. ആൻഡ് temporary relief is brought in by identifying and injecting the deficient protein. So deficient ആയിട്ടുള്ള പ്രോട്ടീൻ, അതായത് deficient protein ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ. ആ പ്രോട്ടീൻ എവിടെയാണോ നമുക്ക് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണെങ്കിൽ ആ പ്രോട്ടീൻ ഐഡന്റിഫൈ ചെയ്ത് ഇൻജെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ തൽക്കാലം ആശ്വാസമായിട്ട് വരുന്നത്. സോ ടെമ്പററി റിലീഫ് is brought in by identifying and injecting the deficient protein. Researchers have found that there is a tremendous hope in the treatment known as gene therapy. Gene therapy എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജീൻ തെറാപ്പി ഇപ്പം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ബയോടെക്നോളജിക്കൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജീൻ തെറാപ്പിയിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഹെൽത്തി പേഴ്സണിൽ നിന്ന്, ഞാനിപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ആളാണെന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ നോർമൽ ആയിട്ട് എനിക്ക് ഹീമോഫീലിയ ഒന്നുമില്ല. സോ എന്റെ ബോഡിയിൽ ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ. സോ ആ ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് എടുത്തിട്ട്, സോ അതിന് ആവശ്യമായിട്ടുള്ള ജീൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ഹീമോഫീലിയ ഉള്ള ഒരു പേഴ്സണിന് അത് ഇൻജെക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ ഇംപ്ലാന്റ് ചെയ്യണം. അവരുടെ സെല്ല് എടുത്തിട്ട് അതിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ അത് അവിടെ റിസർച്ചസ് നടക്കുന്നുണ്ട്. സോ അത് വരികയാണെങ്കിൽ ഹീമോഫീലിയ ഉള്ള ഒരാളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരിക്കും, അല്ലെ? സോ വേൾഡ് ഹീമോഫീലിയ ഡേ എന്ന് പറയുന്നത് April 17, 2016 ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, എന്താണ് സിക്കിൾ സെൽ? സിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അരിവാൾ. ഓക്കെ, ഇതിനെ നമ്മൾ അരിവാൾ രോഗം എന്നും പറയും. അരിവാൾ രോഗം എന്ന് പറയും. അരിവാളിന്റെ ഷേപ്പ് എന്താ? ചന്ദ്രനെ പോലെയൊക്കെ ഇരിക്കും, അല്ലേ? ഇതല്ലേ അരിവാള്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ നോർമൽ റെഡ് ബ്ലഡ് സെൽസ്, ഓക്കെ, നോർമൽ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിന് എന്ത് ഷേപ്പാണ്? സ്പെറിക്കൽ ഷേപ്പാണ്, അല്ലെ? ഇതിനൊരു 120 days ആയിട്ടുള്ള ലൈഫ് സ്പാനും ഉണ്ട്. ഓക്കെ, ഈ റെഡ് ബ്ലഡ് സെൽസിന് റെഡ് കളർ കൊടുക്കുന്ന ആരാ? ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ ആണ്, അല്ലെ? ഈ ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഒക്കെ കൊണ്ടാണ് റെഡ് ബ്ലഡ് സെൽസിന് സ്പെറിക്കൽ ഷേപ്പ് ഒക്കെ വരുന്നത്. സോ ഈ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിന് എന്തെങ്കിലും തകരാറ് വരുക, ഓക്കെ, ഇപ്പൊ ഈ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിന് എന്തെങ്കിലും പ്രശ്നം വരുവാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ എന്തോ പ്രശ്നം വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ആ റെഡ് ബ്ലഡ് സെൽസിന് എന്തോ പ്രശ്നം വന്നില്ലേ? അങ്ങനെ ആ റെഡ് ബ്ലഡ് സെൽസ് ഒരു സിക്കിൾ സെൽ ഷേപ്പിലോട്ടായി പോകുന്നതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഉണ്ടാവുന്ന രോഗത്തിനെയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അനീമിയ എന്ന് പറയാനുള്ള കാര്യം? അനീമിയ എന്ന് പറയുന്നത് എന്താ? നമ്മള് കുറച്ച് നാൾ ഭക്ഷണം ഒന്നും മര്യാദക്ക് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയും വിളർച്ച വന്നു എന്നൊക്കെ പറയും. എന്തെങ്കിലും വിളർച്ചയൊക്കെ വന്നിരിക്കുന്നൊക്കെ ചോദിക്കും, അല്ലെ? അത് എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാര്യം എന്തുകൊണ്ടാ? യെസ്, നമ്മള് ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ എന്തോ പ്രശ്നം വന്നു. അപ്പൊ ആ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ എന്തോ പ്രശ്നം വരുമ്പം അവിടെയുള്ള RBCs, അതായത് ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്യുന്ന RBCസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കുറയാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ആ ഒരു റെഡ് ബ്ലഡ്, ആ ഒരു നല്ല കളറൊക്കെ അങ്ങ് നമുക്ക് പെട്ടെന്ന് ആ ഒരു ബ്ലഡ് ഇല്ല എന്നുള്ള ഒരു ഫീല് വരാൻ തുടങ്ങും. ബ്ലഡ് ഇല്ല എന്ന് നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും, നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, സോ നമ്മള് ഇവിടെ പറയാം ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമൽ ആയിട്ടുള്ള RBCs എന്ന് പറയുന്നത് 120 days ആണ് അതിന്റെ ലൈഫ് സ്പാൻ. ഓക്കെ, ഇപ്പൊ സപ്പോസ് ആ ജീനിന് എന്തോ പ്രശ്നം വന്നു, ഈ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ എന്തോ പ്രശ്നം വന്നു. അപ്പോ നമ്മൾ അൾട്ടിമേറ്റ്ലി പറഞ്ഞു RBCസിന് സിക്കിൾ ഷേപ്പ് ആയെന്ന് പറഞ്ഞു. അപ്പൊ നോർമൽ ആയിട്ട് RBCs സ്പെറിക്കൽ ഷേപ്പിൽ ഇരിക്കുമ്പോ സിക്കിൾ ഷേപ്പിലാകുമ്പോ അതിന്റെ ലൈഫ് സ്പാൻ കുറയില്ലേ, അല്ലെ? അത് പെട്ടെന്ന് തന്നെ അതങ്ങ് തീരാൻ തുടങ്ങും. ഓക്കെ, അത് പെട്ടെന്ന് അത് ചത്തുപോകാൻ തുടങ്ങും. സോ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ RBCസിന്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ കുറയും. സോ അങ്ങനെയാണ് നമ്മൾ അനീമിക് ആവുന്നത്. സോ ദിസ് ഇസ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെല്ലും
നോർമൽ റെഡ് ബ്ലഡ് സെൽസും ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. നോർമൽ റെഡ് ബ്ലഡ് സെൽസ് നോക്കിയേ, റൗണ്ട് സ്പെറിക്കൽ ഷേപ്പിലാണ് കാണുന്നത്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ. നോർമൽ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ഇവിടെ കാണുന്നുണ്ട്. സോ ഇനിയിപ്പോ സപ്പോസ് ആ ജീനിന് എന്തോ ഡിഫക്റ്റ് വന്നു, അപ്പോ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ എന്തോ പ്രശ്നം വന്നു അല്ലെ. ഹീമോഗ്ലോബിൻ പ്രോട്ടീന് പ്രശ്നം വരുമ്പം ഇതാണ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് സിക്കിൾ ഷേപ്പിലായി മാറും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കാം? നമുക്കറിയാം നമ്മുടെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ എല്ലാ സെല്ലിന്റെ ഇടയ്ക്കും ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട് അല്ലെ. സോ ഈ ബ്ലഡ് വെസൽസിൽ കൂടിയാണ് നമ്മുടെ RBCs ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. സോ RBCs സ്പെറിക്കൽ ഷേപ്പിലാകുമ്പോൾ ഈസി ആയിട്ട് ഇതിലെ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷേ RBCs സിക്കിൾ ഷേപ്പിലാകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ സിക്കിൾ സെൽസ് ബ്ലഡ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്ത് കളയും. മനസ്സിലായോ? ഇവിടെ കണ്ടില്ലേ, റെഡ് ബ്ലഡ് സെൽസ് മാത്രമാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ഫ്ലോ നടക്കും. പക്ഷേ സിക്കിൾ സെൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ അവിടെ ഹിൻഡേർഡ് ആയി പോയി, അവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങി. സിക്കിൾ സെൽസ് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്ത് കളയുക ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദിസ് ഇസ് സിക്കിൾ സെൽ അനീമിയ. സോ ദിസ് ഇസ് എ ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ. In this disease, the red blood cells distort into shape of a sickle. The oxygen carrying capacity of red blood cells decreases. അല്ലേ? The sickle shaped RBCs get collected in the blood vessels and block the flow of blood in them. നമ്മൾ പറഞ്ഞു ബ്ലഡ് വെസൽസിൽ ആ സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള RBCs കളക്ട് ചെയ്തിട്ട് അത് അക്യുമുലേറ്റ് ചെയ്യും, എന്നിട്ട് അത് ബ്ലഡിന്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്ത് കളയുകയും ചെയ്യും. Okay, so this is sickle cell anemia. So the next genetic disorder is cancer. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ്, ജനറ്റിക് ഡിസീസിനെ കുറിച്ച്. നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ ഒക്കെ, ഇപ്പൊ ഒരുപാട് ക്യാൻസറിന്റെ റേറ്റ്, ക്യാൻസർ വരുന്ന ആൾക്കാരുടെ റേറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ അത് ജനറ്റിക് ഡിസീസ് ആവാം. പക്ഷെ വേറൊരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ സ്മോക്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത് ഉണ്ടാവാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാൾ സ്മോക്ക് ചെയ്യാണ്, ഭയങ്കരമായിട്ട് സ്മോക്കിംഗ് കൂടുമ്പം അല്ലെ ആൽക്കഹോളിന്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മൾക്ക് ഒന്നും നമ്മുടെ സെല്ലിന്റെ കൺട്രോൾ നമ്മുടെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാം, സെൽ ഡിവിഷന്റെ കൺട്രോൾ നമ്മുടെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ നോർമൽ സെൽ, ഇപ്പൊ ഒരു നോർമൽ സെല്ല് അത് ഡിവിഷൻ നടക്കുന്ന ആണ് അല്ലെ. നമുക്ക് സെൽ സൈക്കിൾ ഒക്കെ നമ്മൾ പറയുന്നതാണ്. നോർമൽ സെൽ എപ്പോഴും ഡിവൈഡ് ചെയ്യും അല്ലെ. സോ ഡിവിഷൻ നടക്കും, നോർമൽ ആയിട്ട് പ്രോലിഫറേഷൻ ഒക്കെ നടക്കും. പക്ഷേ ക്യാൻസറിന്റെ കേസിൽ സെൽസ് അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടി ഒരുപാടധികം പ്രോലിഫറേഷൻ നടക്കും. മനസ്സിലായോ? സോ അങ്ങനെയാണ് സെല്ലിന്റെ പ്രോലിഫറേഷൻ അൺകൺട്രോൾഡ് ആയിട്ട് നടക്കുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഇപ്പൊ നമ്മള് സൈക്കിൾ ഓടിക്കുവാന്നിരിക്കട്ടെ. സൈക്കിൾ ഓടിക്കുമ്പം നമ്മുടെ സൈക്കിളിന് ബ്രേക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, ബെല്ലും ബ്രേക്കും ഒക്കെ നമുക്ക് സൈക്കിളിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. സോ ഈ ബ്രേക്ക് പിടിക്കുമ്പോ എന്താ സംഭവിക്കുക? ആ സൈക്കിൾ അവിടെ പതിയെ നിൽക്കും അല്ലെ. നമ്മൾ പതിയെ ബ്രേക്ക് പിടിക്കുന്നു, സൈക്കിൾ പതിയെ നിൽക്കുന്നു, ബ്രേക്ക് വിടുന്നു, നമ്മൾ ഓടിക്കുന്നു, സൈക്കിൾ പോകുന്നു. ഇനി സപ്പോസ് ആ ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മൾ കാല് വെച്ച് നിർത്തുന്നതല്ലാതെ നിൽക്കും തോന്നുന്നുണ്ടോ? ഇല്ല, സൈക്കിൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അല്ലെ. അതേപോലെ തന്നെയാണ് ക്യാൻസർ. ഇപ്പൊ സെൽ സൈക്കിളിന്റെ കേസിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ട്, ആ ഒരു റെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്, അപ്പോൾ ആ സെൽ ഡിവിഷന്റെ റേറ്റ് കുറയും. സോ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ തന്നെ സെൽ ഡിവിഷൻ ഒരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് സെൽസ് ഫോം ചെയ്യുന്നില്ല, ആവശ്യത്തിന് കൺട്രോൾഡ് ആയിട്ടാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. പക്ഷേ ക്യാൻസർ സെൽസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ അൺകൺട്രോൾഡ് ആയിട്ട് പ്രോലിഫറേഷൻ നടക്കും. സോ അങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെൽത്തി ആയിട്ടുള്ള ഒരു സെല്ല്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള സെൽ ഡിവിഷൻ നോർമൽ ആയിട്ട് നടക്കുവാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ഹെൽത്തി ആയിട്ട് ടിഷ്യൂ ഫോം ചെയ്തു, ഡിവിഷൻ നടന്നിട്ട് ടിഷ്യൂ ഫോം ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു ജനറ്റിക് ചേഞ്ച് വരികയാണെന്ന് ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു ജനറ്റിക് ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ അത് ക്യാൻസർ സെല്ലായിട്ട് മാറുക ചെയ്യണം. സോ ക്യാൻസർ സെല്ലിന്റെ പ്രശ്നം ഡബിൾ ചെയ്യും, പിന്നെ ക്യാൻസറസ് ആയിട്ട്, അതായത് അൺകൺട്രോൾഡ് ആയിട്ട് അത് സെൽ ഡിവിഷൻ നടക്കും, മാലിഗ്നന്റ് ട്യൂമർ ഫോം ചെയ്യും. സോ ഇങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത്. So cancer is the uncontrolled division of cells and they spread to other tissues. ഇനി അത് ചിലപ്പോൾ വേറെ ടിഷ്യൂസിലോട്ടും പോവാം
സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ ഇപ്പൊ പറയാറുണ്ട് ഇങ്ങനെ ഇപ്പൊ ലങ്സിലാണ് നമുക്ക് ക്യാൻസർ എന്നെങ്കിൽ ആർക്കെങ്കിലും ലങ്സിലാണ് ക്യാൻസർ എന്നിരിക്കട്ടെ, സോ അത് സ്പ്രെഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ബ്ലഡ് വെസൽസിൽ കൂടെ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ലേ, അല്ലെ? ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ലേ? സോ ഇതിൽ നിന്നുള്ള കുറച്ച് സെൽസ് ഒക്കെ ലീക്ക് ചെയ്ത് വേറെ സെൽസിലും അല്ലെങ്കിൽ വേറെ ടിഷ്യൂസിൽ എത്താൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് വെസൽസിൽ കൂടെ സെൽസ് വേറെ ടിഷ്യൂസിൽ എത്താൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നവും ക്യാൻസർ സെൽസിന് കാണുന്നുണ്ട്. ഓക്കെ, സോ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ടൊബാക്കോ സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ എക്സസ് ആയിട്ടുള്ള ബോഡി വെയിറ്റ്, പിന്നെ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളാവാം. സണ്ണോട് ഒരുപാട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് വരാം ക്യാൻസർ. പിന്നെ റേഡിയേഷൻ, ഒരുപാട് റേഡിയേഷനിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വരാം ക്യാൻസർ. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കരുത് നമ്മുടെ അടുത്ത് പറയും. ഇതൊക്കെ ക്യാൻസർ കോസിങ് ആണ്. അതിനകത്തൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യുന്ന പോലും നമുക്ക് അറിയത്തില്ല. പിന്നെ ഏജ് കൊണ്ടുണ്ടാവാം. സോ ഇതൊക്കെയാണ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. സോ എങ്ങനെയൊക്കെ ഈ ക്യാൻസർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും? നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും, അല്ലെ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ആൽക്കഹോളിന്റെ ഇൻടേക്ക് കുറയ്ക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക, പിന്നെ സ്മോക്കിംഗ് മാക്സിമം നല്ല പറയേണ്ടത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാന്ന് പറയണം. ഇപ്പം എല്ലായിടത്തും നിങ്ങൾ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് പറയുക ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുക. ഓക്കെ, ഇങ്ങനെ പിന്നെ ഒരുപാട് സണ്ണിനോട് എക്സ്പോസ്ഡ് ആവാതിരിക്കുക. ഇപ്പോഴത്തെ റേസ് ഒക്കെ ഭയങ്കര ഹാർംഫുൾ ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് സണ്ണിനോടൊന്നും ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ട് നടക്കരുത്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ക്യാൻസർ ഒക്കെ പതിയെ നമുക്ക് അങ്ങനെ വരുന്നത് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ക്യാൻസർ വന്നാൽ തന്നെ അതിനുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ സർജറി നടത്തും. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ സർജറി നടത്താം. ആ ക്യാൻസറസ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിനെ അവർ ഐഡന്റിഫൈ ചെയ്ത് അതിനെ എടുത്ത് കളയും. സോ അതൊക്കെ സർജറിയുടെ ഒരു ഭാഗമാണ്. പിന്നെ കീമോതെറാപ്പിയിൽ ആ ക്യാൻസർ സെൽസിന് എതിരായിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ കെമിക്കൽസ്, മെഡിസിൻസ് കൊടുക്കാം. സോ അങ്ങനെയൊക്കെ കീമോതെറാപ്പി ചെയ്യും. പിന്നെ റേഡിയേഷൻ, എക്സ്റേസ്, റേഡിയേഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സൈറ്റിൽ, ക്യാൻസറസ് ആയിട്ടുള്ള പെർട്ടിക്കുലർ സൈറ്റിൽ മാത്രം റേഡിയേഷൻ ചെയ്തിട്ട് ആ സെൽസിനെ ഡെഡ് ആക്കി കളയാൻ പറ്റും. പിന്നെ ടാർഗറ്റഡ് തെറാപ്പി, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് ആ സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിനെ മാത്രം എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ക്യാൻസറിന് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ കുറിച്ച് പറയാം. എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഈ ഡയബറ്റിസ് എന്നൊക്കെ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അല്ലേ? നമ്മൾ കൂടുതലും ജനറ്റിക് ആവാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഡയബറ്റിസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് അത്? നമ്മൾ ഒരുപാട് മധുരം കഴിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഇത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ വല്ലാണ്ട് കൂടും. സോ അങ്ങനെയാണ് ഡയബറ്റിക് ആവുന്നത്. സോ ഇറ്റ് ഈസ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽഫങ്ഷനിങ്. നോ, ഫാറ്റി ലിവർ. എങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാവുന്ന? ഫാറ്റി ലിവർ, സോ ലിവറിൽ നമ്മൾ ഒരുപാട് ഫുഡ്, ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഫാറ്റ് ലിവറിൽ ഡെപ്പോസിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പിന്നെ സ്ട്രോക്ക് വരാന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? ബ്ലഡ് വെസൽസ്, നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്യുന്നതിന്, അത് പൊട്ടുന്നതിനെയാണ് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. നൗ ഹൈപ്പർ ടെൻഷൻ. എന്താ ഹൈപ്പർ ടെൻഷൻ? ഈ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഫാറ്റ്സ് നമ്മുടെ ആർട്ടറീസ് ഉണ്ടല്ലോ, സോ ബ്ലഡ് ആർട്ടറീസിൽ ഒരുപാട് ഫാറ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ നോർമലായിട്ട് ഇത്രയും ഡയമീറ്റർ ഉണ്ടല്ലോ, സോ ഈ ഡയമീറ്റർ പതിയെ ഇങ്ങനെ ആർട്ടറീസിന്റെ ഡയമീറ്റർ പതിയെ കുറയാൻ തുടങ്ങും. എന്തുകൊണ്ടാ? ഫാറ്റിന്റെ അക്യുമുലേഷൻ കാരണം. സോ ഇങ്ങനെ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങും, ബ്ലഡ് ഫ്ലോയ്ക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറി വിച്ച് ക്യാരി ബ്ലഡ് ടു ഹാർട്ട്. സോ ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് അറ്റാക്കിന് കാരണമാണ്, അല്ലെ? സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്: ഡയബറ്റിസ്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഫൈനലി ഹാർട്ട് അറ്റാക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചത്. നോൺ പാത്തജനിക് ഡിസീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു,
വിതൗട്ട് ദി ഇൻവോൾവ്മെന്റ് ഓഫ് പാത്തജൻ. ഇനി ജനറ്റിക് ഡിസീസസ്, അതിൽ തന്നെ വരുന്നതാണ് ജനറ്റിക് ഡിസീസസ്. സോ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ, ഈ 3 കാര്യങ്ങളെ കുറിച്ച്, ഈ 3 ജനറ്റിക് ഡിസീസസിനെ കുറിച്ച് എങ്ങനെയാണ് എന്ന് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഹീമോഫീലിയ എങ്ങനെയാണ് വരുന്നത്? ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ ആണ് ഹീമോഫീലിയ. ആൻഡ് സിക്കിൾ സെൽ അനീമിയ എന്താണ്? യെസ്, ചേഞ്ച് ഇൻ shape of RBCs. Change in shape of RBCs. Now, cancer എങ്ങനെയാണ്? Uncontrolled division of cells. സോ ഈ 3 ജനറ്റിക് ഡിസീസസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഒക്യുപേഷണൽ ഡിസീസസ് ഒക്കെ നമ്മൾ പഠിച്ചു. ന്യൂമോകോണിയോസിസ്, ആസ്ബസ്റ്റോസിസ് ആൻഡ് സിലിക്കോസിസ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത്? ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, മെന്റൽ സ്ട്രെസ് ആവാം, ഫുഡ് ഹാബിറ്റ്സ് ആവാം, ആൽക്കഹോൾ കൺസംഷൻ ആവാം, ഡ്രഗ് അബ്യൂസ് ആവാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് കാരണമാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദി സെഷൻ. താങ്ക് യു. Manorama Horizon, learning made simple.